ആവറേജിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. അലിഗേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ആവറേജിന്റെ കുറെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും യൂസിങ് അലിഗേഷൻ. അപ്പൊ നമുക്ക് ആവറേജിന്റെ ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടൈപ്പുകളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ അതും കൂടെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിൽ പിൻ ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. സോ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ പഠിച്ചു തുടങ്ങാം. If the average weight of a class is 15 kg and the average weight of another class is 30 kg. ഒരു ക്ലാസ്സിലെ ആവറേജ് വെയിറ്റ് 15 കിലോഗ്രാം ആണ്, അടുത്ത ക്ലാസ്സിന്റെ ആവറേജ് വെയിറ്റ് 30 കിലോഗ്രാം ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ടു അനദർ ക്ലാസ് when the average weight of both the classes is 25 kg. എവിടെയാണ് അലിഗേഷൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു ക്ലാസ്സിന്റെ ആവറേജ് വെയിറ്റ് അറിയാം, വേറൊരു ക്ലാസ്സിന്റെ ആവറേജ് വെയിറ്റ് അറിയാം. ഇതിനെയും കൂടെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആവറേജും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അലിഗേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുന്നത്? ഏതൊക്കെ ക്ലാസ്സസിന്റെ ഏതൊക്കെ ആവറേജിനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. 15 kg ആവറേജ് വെയിറ്റ് ഉള്ള ഒരു ക്ലാസ്സിനെയും 30 kg ആവറേജ് വെയിറ്റ് ഉള്ള ഒരു ക്ലാസ്സിനെയാണ് മിക്സ് ചെയ്യുന്നത്. ഏതൊക്കെ ക്ലാസ്സിനെയാണ് മിക്സ് ചെയ്യുന്നത്? 15 kg ആവറേജ് വെയിറ്റ് ഉള്ള ഒരു ക്ലാസ്സിനെയും 30 kg ആവറേജ് വെയിറ്റ് ഉള്ള ക്ലാസ്സിനെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? 15 kg ആവറേജ് വെയിറ്റും 30 kg ആവറേജ് വെയിറ്റും കൂടെ മിക്സ് ചെയ്തപ്പം രണ്ടും കൂടെ ചേർത്തുള്ള ആവറേജ് വെയിറ്റ് നമുക്കറിയാം 25 kg. സോ ഇത്ര ആദ്യം എഴുതി വെക്കാം. എങ്ങനെയാണ് 15 kg ആവറേജ് വെയിറ്റ് ഉള്ളതും 30 kg ആവറേജ് വെയിറ്റ് ഉള്ളതും കൂടെ മിക്സ് ചെയ്തപ്പം കണ്ട അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 25 kg ആവറേജ് വെയിറ്റ് കിട്ടി. സോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറൻസ് എടുത്ത് എഴുതുക. 15ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. 25ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക 5 ആണ്. സോ ഈ ഡിഫറൻസ് എടുത്ത് എവിടെ എഴുതുക? 30, 25 ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതുക. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 10. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് 5 പേരാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ 10 പേരുണ്ട്. ദാറ്റ് ഈസ് 1:2 ആണ് ഇവിടെ ആ ക്ലാസ്സിലെ നമ്പേഴ്സിന്റെ റേഷ്യോ. സോ ആവറേജിനെ അലിഗേറ്റ് ചെയ്താൽ കിട്ടുന്നത് നമ്പേഴ്സിന്റെ റേഷ്യോ ആയിരിക്കും. ആവറേജിന്റെ ഇതുപോലെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് നമ്പറിന്റെ റേഷ്യോ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 15 ആവറേജ് ഉള്ളത് 30 ആവറേജ് ഉള്ളതും കൂടെ മിക്സ് ചെയ്ത് 25 ആവറേജ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ നമ്പറിന്റെ റേഷ്യോ കിട്ടും. സോ നമുക്ക് നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം കുറേ തറവാവും അല്ലെ? ഇതേ മോഡൽ ഇത് അലിഗേഷൻ യൂസ് ചെയ്യുന്ന കുറേ മോഡൽസ് നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ആവറേജ് മാർക്ക് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ 62. ആവറേജ് മാത്രം മതി നമുക്ക് ആദ്യം. 62. ഓക്കെ, ആവറേജിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, കൺഫ്യൂഷൻ ഒന്നും വരരുത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 60 ആണ്. ആ 60 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് 62 ആണ്. ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദാറ്റ് സബ്ജക്ട്സ് ആർ 60 ആൻഡ് 65. ബോയ്സിന്റെ ആവറേജ് 60 ആണെങ്കിൽ ഗേൾസിന്റെ ആവറേജ് 65 ആണെന്നും പറയുന്നുണ്ട്. ബോയ്സിന്റെ ആവറേജ് മാർക്ക് 60 ആണെങ്കിൽ ഗേൾസിന്റെ ആവറേജ് മാർക്ക് 65 ആണ്. ഇവിടെ ബോയ്സും ഗേൾസും കൂടെ ചേർന്നല്ലേ ടോട്ടൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ 60 ആവറേജ് ഉള്ള ബോയ്സും 65 ആവറേജ് ഉള്ള ഗേൾസും കൂടെ ചേരുമ്പോഴാണ് 62 ആവറേജ് ഉള്ള ഒരു ക്ലാസ് ആവുന്നത്. മനസ്സിലായോ? ബോയ്സിനെയും ഗേൾസിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ്. 60 ആവറേജ് ഉള്ള ബോയ്സും 65 ആവറേജ് ഉള്ള ഗേൾസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ 62 ആവറേജ് ഉള്ള ഒരു ക്ലാസ് ആവുന്നു. സോ ഇത്രയും ഡേറ്റ അറിയാമെങ്കിൽ നമുക്ക് ബോയ്സ് ഗേൾസിന്റെ റേഷ്യോ കിട്ടും അല്ലെ? ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ കിട്ടും. ഈ ഡിഫറൻസ് 60ഉം 62ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 65ഉം 62ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. സോ ബോയ്സ് ഗേൾസ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടി? 3:2. 3 ബോയ്സ് ഉണ്ടെങ്കിൽ 2 ഗേൾസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, നമ്പർ ഓഫ് ബോയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബോയ്സിന്റെ എണ്ണം 3ന്റെ ഒറിജിനലാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് എന്തറിയാം? ആ ക്ലാസ്സിൽ മൊത്തത്തിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാം. 3 ബോയ്സും 2 ഗേൾസും ആണ്, മൊത്തം 5 സ്റ്റുഡൻസ് അല്ലേ വരണ്ടേ? സോ റേഷ്യോയില് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, സം ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 5 ആണ്. സോ ഒറിജിനലി അത് 60 ആണെന്ന് നമുക്കറിയാം. റേഷ്യോ കൂടെ അപ്ലൈ ചെയ്യുവാണ്. 5 എങ്ങനെയാ 60 ആവുന്നത്? ഇൻറ്റു 12 ചെയ്യണം. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി? 12 ചെയ്താൽ മതി. ആൻസർ 36. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എത്ര വരും? 36 എന്ന് വരും. ക്ലിയർ ആണോ?
അപ്പോൾ ഗേൾസിന്റെ ആവറേജും ബോയ്സിന്റെ ആവറേജും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ ആവറേജ് കിട്ടും. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു ഒറിജിനൽ, ടോട്ടലോ ഡിഫറൻസോ എന്തെങ്കിലും ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ റേഷ്യോ അപ്ലൈ ചെയ്ത് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഒരു മോഡലും ഈ സെയിം മോഡൽ ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്തൊക്കെയാണോ മിക്സ് ചെയ്യുന്നത് അത് രണ്ടെണ്ണം എഴുതിയിട്ട് മിക്സ് ചെയ്ത ഡേറ്റ എഴുതിയിട്ട് ഡിഫറൻസ് എടുത്താൽ നമുക്ക് നമ്പറിന്റെ റേഷ്യോ കിട്ടും. ഏതെങ്കിലും ഒറിജിനലിലോട്ട് കണക്ട് ചെയ്താൽ ആൻസർ കിട്ടും. വളരെ കുറച്ച് ടൈം കൊണ്ട് ഞാനത് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഗേൾസിന്റെ ആവറേജ് ഉണ്ട് 15, ബോയ്സിന്റെ ആവറേജ് ഉണ്ട് 30, ആവറേജ് വെയിറ്റ് ഓഫ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് 25. സോ ഇവിടെ ഗ്യാപ്പ് 10, ഇവിടെ 5 ആണ് ഡിഫറൻസ്. 5:10 ദാറ്റ് ഈസ് 1:2. ബോയ്സ് ഗേൾസ് റേഷ്യോ കിട്ടി 1:2. ബോയ്സിന്റെ എണ്ണം 12 ആണ്, ദാറ്റ് ഈസ് ഇൻറ്റു 12. സോ ഗേൾസിന്റെ എണ്ണം ഇൻറ്റു 12 ചെയ്താൽ മതി. ആൻസർ 24. എത്ര സെക്കൻഡ് വേണം? കണ്ടോ, നമുക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റി അല്ലേ? ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് നിൽക്കും ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റണേ. ഈ പാറ്റേൺ അതുപോലെ ഫോളോ ചെയ്താൽ മതി. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? The average weight of girls in a class is 15 kg. ഒരു ക്ലാസ്സിലെ ഗേൾസിന്റെ ആവറേജ് 15 kg ആണ്. അതുപോലെ ആ ക്ലാസ്സിന്റെ ബോയ്സിന്റെ ആവറേജ് 30 kg ആണ്. ബോയ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 30 kg ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലെ? ബോയ്സിന്റെ എണ്ണം, ഗേൾസിന്റെ എണ്ണം ചോദിച്ചിരുന്നു അല്ലെ? ഓക്കെ, നോക്കാം. ഒരു ക്ലാസ്സിലെ ഗേൾസിന്റെ ആവറേജ് എത്രയായിരുന്നു? 15 kg ആയിരുന്നു. ബോയ്സിന്റെ ആവറേജ് എത്രയാണ്? 30 kg ആണ്. ഇവരെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തപ്പോൾ എഴുതി വെക്കണം കേട്ടോ, ഗേൾസ് ആണോ ബോയ്സ് ആണോ എന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. എഴുതി അങ്ങ് പോകണം, ഗേൾസ് ബോയ്സ് ആണ്. ഓക്കെ, ഗേൾസിന്റെ ആവറേജ് 15 ആണ്, ബോയ്സിന്റെ ആവറേജ് 30 ആണ്. രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ആവറേജ് 25 kg ആണ്. ഇനി ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ടോൾഡ്, ബോയ്സിന്റെ എണ്ണമാണ് 12 എന്ന് തന്നേക്കുന്നത്. ഇവിടെ ഡിഫറൻസ് എത്ര വരും? 10 വരും. ഇവിടെ ഡിഫറൻസ് എത്ര വരും? 5 വരും. സോ 5:10 ദാറ്റ് ഇസ് 1:2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ അത് മിസ്റ്റേക്ക് ആയില്ല. 1:2 എനിക്ക് തോന്നുന്നു തിരിച്ചായിട്ടത്. ബോയ്സിന്റെ എണ്ണം ഞാൻ ഇവിടെ ബോയ്സും ഇവിടെ ഗേൾസും ഒന്നും ആയിട്ട് ചിന്തിച്ചാ ചെയ്തത്, ശ്രദ്ധിച്ച് ചെയ്യണം അത്. അപ്പൊ ഇവിടെ ബോയ്സിന്റെ എണ്ണം 2 അല്ല, ഇൻറ്റു 6 ചെയ്യുമ്പോൾ കിട്ടുന്ന 12 ആണ്. ബോയ്സിന്റെ എണ്ണം 12 ആണെന്ന് പറയുന്നുണ്ട്. സോ ഗേൾസിന്റെ എണ്ണം എന്ത് വരും? ഇവിടെ ഇൻറ്റു 6 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇൻറ്റു 6 ചെയ്താൽ മതി. സോ ഗേൾസിന്റെ എണ്ണം 6 ആണ് കേട്ടോ. ഗേൾസിന്റെ എണ്ണം 6 ആണ്, ബോയ്സിന്റെ എണ്ണം 12 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഗേൾസ് ബോയ്സ് കമ്പൈൻ ചെയ്ത് ആവറേജ് വെയിറ്റ് ഉണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ റേഷ്യോ കിട്ടും. ജസ്റ്റ് ഒറിജിനലിലോട്ട് കണക്ട് ചെയ്താൽ മതി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ A 24 കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ 24 കൊടുത്തിരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ റേഷ്യോ എഴുതുമ്പോൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് 24 ആൻസർ കിട്ടുവേ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആവറേജ് മാർക്ക് ഓഫ് obtained by 120 candidates is 35. If the average marks of past candidates, ഇവിടെ past candidates ആണ് ഒരു ടീം, ഫെയിൽഡ് കാൻഡിഡേറ്റ്സ് ആണ് മറ്റേ ടീം. ഒന്നുകിൽ കുറെ കുട്ടികൾ പാസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ ഉള്ളൂ അല്ലേ? കുറച്ച് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേര് പാസ്സായവരായിരിക്കും, കുറച്ച് പേര് ഫെയിൽ ആയവരായിരിക്കും. ഇവരെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. ഓക്കെ, the average marks obtained by 120 candidates was 35. If the average marks of past candidates, പാസ്സായ കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് മാർക്ക് 39 ആണ്, ഫെയിൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് മാർക്ക് 15 ആണ്. ഇതിൽ റേഷ്യോ ടൈപ്പ് തന്നാൽ കുറച്ച് എളുപ്പമാണ്. ഇതിൽ പക്ഷെ നടുക്കുള്ള ഡേറ്റ മിസ് ചെയ്ത അതിൻ്റെയൊക്കെ ട്രിക്ക് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സോ മിസ് ചെയ്ത കാണണേ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ്. അപ്പം പാസ്സായവരുടെ കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് 39 ആണ്, ഫെയിൽ ആയ കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് 15 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ദോസ് ഹു പാസ് ദ എക്സാമിനേഷൻ രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ 35 ആണെന്ന് പറയുന്നുണ്ട്. 120 പേരും കൂടെ കമ്പൈൻ ചെയ്തപ്പം 35 ആണ് ആവറേജ്. സോ ഈ കണക്കനുസരിച്ച് ഇവിടെ 4 വരും, ഇവിടെ 20 വരും. കറക്റ്റ് അല്ലേ? 20:4. പാസ്സായവർ 20 പേരുണ്ടെങ്കിൽ ഫെയിൽ ആയവർ 4 പേരാണുള്ളത്. പാസ്സായവർ 20 പേരുണ്ടെങ്കിൽ ഫെയിൽ ആയവർ 4 പേരാണുള്ളത്. അങ്ങനെയാണ് ആ റേഷ്യോ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? സോ 20:4. ഇതൊന്ന് ചെറുതായി കഴിഞ്ഞാൽ 10:2 എന്ന് വരും. ഈ 10:2 എഴുതാൻ കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ടോട്ടൽ നമുക്ക് 12 എന്ന് കിട്ടും.
10 പേര് പാസ്സായി 2 പേര് ഫെയിൽ ആയെങ്കിൽ 12 പേരാണ് ടോട്ടൽ. 12 അല്ല 120 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ടോട്ടൽ കാൻഡിഡേറ്റ്സ് 120 ആണ്. സോ ഇവിടെ ഇൻറ്റു 10 ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 100 കിട്ടും, ഇവിടെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പോൾ പാസ്സായവരുടെ എണ്ണമാണെങ്കിൽ ചോദ്യമെങ്കിൽ 100, ഫെയിൽ ആയവരുടെ എണ്ണമാണ് ചോദ്യമെങ്കിൽ 20. സോ നമ്മുടെ ക്വസ്റ്റ്യൻ number of candidates who passed the examinations, so answer is 100. ഓക്കെ, ഇനി മിഡിൽ വാല്യൂ ഈ വാല്യൂ ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. The average weight of a class of 40 students is 30 kg and the average weight of class of 20 students is 15 kg. 40 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 30 kg ആയിരുന്നു, 20 സ്റ്റുഡൻസിൻ്റെ ആവറേജ് 15 kg ആയിരുന്നു. അങ്ങനെയാണ് ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്രയാകും? ഈ ഒരു ഡേറ്റയാണ് ചോദ്യം. ഓക്കെ, ഇവിടെ 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെ 20 സ്റ്റുഡൻസ് ഉണ്ട്. റേഷ്യോ എടുക്കുകയാണെങ്കിൽ 1:2 അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മുടെ അലിഗേഷൻ്റെ ബേസിക് സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. എന്താ ചെയ്തേക്കുന്നത്? 30 കിലോഗ്രാം ആവറേജ് വെയിറ്റ് ഉള്ളവരും 15 കിലോഗ്രാം ആവറേജ് വെയിറ്റ് ഉള്ളവരെയും കൂടെ 2:1 മിക്സ് ചെയ്താൽ റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് ആവറേജ് വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 30ഉം 15ഉം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആവറേജ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡേറ്റ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 2 60 പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 1 15 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ. 2 + 1 3 അല്ലേ? ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 75 ഡിവൈഡഡ് ബൈ 3 വരും. ആൻസർ ഈസ് 25 kg. സോ ഇവിടെ വരുന്നത് 25 ആണ്. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ മെത്തേഡ്? ഒന്നും കൂടെ പറയാം. റേഷ്യോസ് ചെറുതാക്കിയിട്ട് വേണം ചെയ്യാൻ, അപ്പോൾ എളുപ്പമായിരിക്കും. ഇത് ഞങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഞങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്തെടുക്കുക. 60 × 2 15 × 1 ആഡ് ചെയ്ത് ഇത് എടുക്കുമ്പോൾ 75 കിട്ടും. അതിനെ 2 + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതേ മോഡലാണ്. ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഇതുപോലൊന്ന് പൗസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഞാൻ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പൗസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പൗസ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ മാത്രം ചെക്ക് ചെയ്യുക. സോ ആവറേജ് വെയിറ്റ് ഓഫ് 30 സ്റ്റുഡൻസ് ഈസ് 40 kg. 30 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 40 kg ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 10 സ്റ്റുഡൻസ് ഈസ് 20 kg. 10 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 kg ആണ്. ഓക്കെ, 40 kg 20 kg കൂടെ മിക്സ് ചെയ്തപ്പം ഫൈൻഡ് ആവറേജ് വെയിറ്റ് ഓഫ് ബോത്ത് ക്ലാസ്. ഈ രണ്ട് ക്ലാസ്സിൻ്റെയും കൂടെ ടോട്ടൽ ആവറേജ് ഈ ഡേറ്റയാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 40 ആവറേജ് ഉള്ളതും ആവറേജുകൾ തന്നെ അലിഗേറ്റ് ചെയ്യണം. നമ്പർ വെച്ചല്ല അലിഗേറ്റ് ചെയ്യേണ്ടത്, ആവറേജ് വെച്ച് തന്നെ അലിഗേറ്റ് ചെയ്യണം. 40 ആവറേജ് ഉള്ളതും 20 ആവറേജ് ഉള്ളതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് ചോദ്യം. ഇനി സ്റ്റുഡൻസിൻ്റെ റേഷ്യോ നോക്കാം. 30 സ്റ്റുഡൻസ് 10 സ്റ്റുഡൻസ്. സോ 30:10. ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 3:1. ഓക്കെ, ഞാൻ മേലോട്ടങ്ങ് എഴുതി കേട്ടോ. 3:1. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 40 × 3 120 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 20 × 1 20 ഡിവൈഡഡ് ബൈ 3 + 1 4. സോ 140/4 എന്ന് കിട്ടും. സോ 3 × 4 12 25 × 4 അല്ലേ? 35 കിട്ടും. 35 kg. ക്ലിയർ ആണോ? ഭയങ്കര ഈസി അല്ലേ? ഒരുപാട് ടൈം ഒന്നും എടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആവറേജിൻ്റെ കോൺസെപ്റ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് അലിഗേഷൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആ 2 ടൈപ്പ്, ഇതിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് പഠിച്ചു. നമ്പേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നത്, മിഡിൽ വാല്യൂ മിസ്സിംഗ് ആണെങ്കിൽ അലിഗേഷനിലല്ല മിഡിൽ വാല്യൂ മിസ്സിംഗ് ആയിട്ടുള്ള ടൈപ്പ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം. ദ ആവറേജ് സ്കോർ ഓഫ് 30 സ്റ്റുഡൻസ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ഒരു ക്ലാസ്സിൽ മൊത്തം 30 സ്റ്റുഡൻസ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 30 സ്റ്റുഡൻസിൻ്റെയും കൂടെ ആവറേജ് എന്ന് പറയുന്നത് ക്ലാസ് ടെസ്റ്റ് വാസ് 16.2 ആണെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ 18 ബോയ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബോയ്സ് 18 എണ്ണം ആണെങ്കിൽ ഗേൾസ് 12 പേരുണ്ട്, ശരിയല്ലേ? അപ്പോൾ 18 ബോയ്സും 12 ഗേൾസും കൂടെ ഉള്ള 30 സ്റ്റുഡൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. 18 ബോയ്സും 12 ഗേൾസും കൂടെ ഉള്ള 30 സ്റ്റുഡൻസ് ആണുള്ളത്. ഇനി അവിടെ
ബോയ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 16 ഗേൾസിന്റെ ആവറേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബോയ്സും ഗേൾസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആവറേജ് 16.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബോയ്സിന്റെ ആവറേജ് 16, ഗേൾസിന്റെ ആവറേജ് അറിയില്ല, കണ്ടുപിടിക്കണം. ഉറപ്പായിട്ടും 16-നേക്കാളും 16.2-നേക്കാളും കൂടുതലാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇത് 16.1 ഒന്നും ഒരിക്കലും വരില്ല. കാരണം ഇത് 16 ആണെങ്കിൽ ഇത് 16.2 ആണെങ്കിൽ ഇത് അതിനേക്കാൾ വലുതായിരിക്കണം. എപ്പോഴും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും മിഡിൽ ആവറേജ് വരുന്നത്. 16-നേക്കാൾ കൂടുതലാണെങ്കിൽ വേറൊരെണ്ണത്തിനേക്കാൾ കുറവായിരിക്കണം 16.2 എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ വേണേ. സോ നമുക്ക് ചെയ്യാം. ബോയ്സും ഗേൾസും കൂടെ നോക്കി 18ഉം 12ഉം അല്ലേ പറഞ്ഞേക്കുന്നത്. 18ഉം 12ഉം ഒന്ന് റേഷ്യോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6 കൊണ്ട് കട്ട് ചെയ്താൽ 3 ആണ്, ഇവിടെ 2 ആണ്. ക്ലിയർ ആണോ? 6 കൊണ്ട് കട്ട് ചെയ്താൽ 3 ആണ്, ഇവിടെ 2 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 16 × 3 48 ആണ്, പ്ലസ് 2 × x 2x ആണ്, ഡിവൈഡഡ് ബൈ 3ഉം 2ഉം 5 ആണ്. അതാണ് 16.2 എന്ന് പറയുന്നത്. സോ 48 പ്ലസ് 2x ഇസ് ഈക്വൽ ടു 16.2 × 5 നോക്കാം. 0.2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആണ്. ഒരു റിമൈൻഡർ ഉണ്ട്. സോ ഡെസിമൽ മാർക്ക് കിട്ടി. 16 × 5 65 ആണ്. ഒരു റിമൈൻഡറും കൂടെ ഉണ്ടായതുകൊണ്ട് 66 വരും. സോ 2x is equal to 66 മൈനസ് 48 വരും. സോ നമുക്ക് അവിടെ കിട്ടുന്നത് 18 കിട്ടും അല്ലേ? 16 × 5 80 ആണ്. അപ്പോൾ 81 ആണ് വരുന്നത് അല്ലേ? 81 വരും. ഓക്കെ, സോറി. അപ്പോൾ 16 × 5 എന്ന് പറയുന്നത് 80 ആണ്. 16 × 5 എന്ന് പറയുന്നത് 80 ആണ്. 0.2 × 5 എന്ന് പറയുമ്പോൾ 10 ആണ്. സോ ഡെസിമൽ മാറിയിട്ട് 1 ഉണ്ട്. സോ 81 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 2x is equal to എന്ത് വരും? 81 മൈനസ് 48 അല്ലേ? 81 മൈനസ് 48 എന്ന് പറയുമ്പോൾ 33 വരും. സോ x is equal to 33/2. 32 ആയിരുന്നെങ്കിൽ 16. സോ 16.5 വരും. 16.5 ആണ് നമ്മുടെ എക്സ്. ഇതൊരു മെത്തേഡ്. നമ്മൾ ഇപ്പോൾ പഠിച്ച മെത്തേഡുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 16.5. ഓക്കെ, ഇനി ഈ ടൈപ്പ് പ്രോബ്ലംസ് കുറച്ചുകൂടെ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം കാണുന്ന ഉടനെ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിയിലും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. പക്ഷെ എല്ലായിടത്തും ഓക്കെ ആവുന്നില്ല, എങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് കിട്ടുന്ന നമ്പേഴ്സാണ്, ഞാനത് പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 16 ആവറേജ് ഉള്ള ബോയ്സും ഗേൾസിൻ്റെ ആവറേജ് അറിയില്ല. മിക്സ് ചെയ്തപ്പം 16.2 വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ രീതി ചെയ്യാം. അതായത് 16ഉം 16.2ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാം. ഇവിടുത്തെ ഡിഫറൻസ് എടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. ഞാൻ നേരത്തെ മറ്റേ മോഡലിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോണതാ. 18 ബോയ്സും ബാക്കി 12 ഗേൾസും അല്ലേ? 18 ബോയ്സും 12 ഗേൾസും എന്ന് പറയുമ്പോൾ 6 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3:2 ആ വരുന്നത്. ശരിയല്ലേ? എന്നാൽ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 16ഉം 16.2ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 0.2 അല്ലേ വരുന്നത്? അപ്പൊ 2ന്റെ ശരിക്കുള്ള വാല്യൂ 0.2 ആ. ഈ ഡിഫറൻസ് ആണ് കറക്റ്റ് വാല്യൂ അല്ലെ? 2ന്റെ ശരിക്കുള്ള ഒറിജിനൽ 0.2 ആ. അപ്പൊ 3യുടെ ശരിക്കുള്ള ഒറിജിനൽ എന്ത് വരും? 0.3 വരും. അപ്പൊ 0.3 കിട്ടണമെങ്കിൽ ഇവിടെ 0.3 കിട്ടണമെങ്കിൽ ഇവിടെ 16.5 ആയിരിക്കണം. ഇതിൻ്റെ കൂടെ 0.3 അങ്ങ് ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? 16-നേക്കാൾ കൂടിയൊരു വാല്യൂ ആണ് 16.2. അതിനേക്കാൾ കൂടിയൊരു വാല്യൂ ഇവിടെ വരുള്ളൂ. അങ്ങനെയാണ് ഒരു, എന്നാലും ഇൻ ബിറ്റ്വീൻ വരും. സോ 0.3 ആഡ് ചെയ്താൽ മതി. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 16 ഉണ്ട്, ഈ വാല്യൂ അറിയില്ല, കമ്പൈൻ ചെയ്യുമ്പോൾ 16.2. ഓക്കെ, സോ ഇവിടെ വരുന്നത് 3:2 റേഷ്യോ ആണ്, നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ ഡിഫറൻസ് നോക്കുമ്പോൾ 0.2 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്തായിരിക്കും? 2.2 ആണെങ്കിൽ 3 എന്തായാലും 0.3 ആയിരിക്കും. ഓക്കെ, ഇവിടെ 16.2-നേക്കാൾ വലിയൊരു വാല്യൂ വന്നേ പറ്റൂ. സോ 16.2-ൻ്റെ കൂടെ ആ 0.3 അങ്ങ് ആഡ് ചെയ്താൽ മതി. കാരണം ഈ ഡിഫറൻസ് ആണ് 0.3, ഈ ഡിഫറൻസ് ആണ് 0.2. സോ ആൻസർ 16.5 എന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പം ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ പിൻ ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.